POKയിലേക്കും പാകിസ്ഥാനിലേക്കും ഇന്ത്യ ആക്രമണം നടത്തി. ഇന്ത്യയുടെ 2 യുദ്ധവിമാനങ്ങൾ കശ്മീരിൽ തകർന്നു വീണു. ശരിയാണോ? അത് കഥ 2 വിമാനം 3 വിമാനം അത് റാഫേലാണ്, ഹെലികോപ്റ്റർ വീണു എന്നൊക്കെയാണ് വാർത്തകൾ ചില കേന്ദ്രങ്ങൾ പറയുന്നത്. നമ്മുടെ കൈരളി TV-യിലും വാർത്ത വന്നിരുന്നു. ഇപ്പോൾ ഹിന്ദു ദിനപത്രത്തിൻ്റെ സൈറ്റിൽ ഒരു 2-3 മണിക്കൂർ മുമ്പ് ഒരു വാർത്ത വന്നു. ഞാൻ വായിക്കാം, വാർത്ത പ്രേക്ഷകർ കാണിക്കാം. ജസ്റ്റിൻ, അറ്റ്ലീസ്റ്റ് 3 Indian jets have crashed in Jammu and Kashmir's Akhnur, Ramban and Pampore areas. A government official told the Hindu. വിജയിത റിപ്പോർട്ട്സ്, വിജയിത എന്ന അവരുടെ ലേഖിക റിപ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ 3 വിമാനങ്ങൾ തകർന്നു വീണു എന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏത് സർക്കാർ സോഴ്സ് ഒന്നും പറയുന്നില്ല. ആ വാർത്ത ഒരു ചിത്രങ്ങളും കാണിച്ചു. എന്തോ ഒരു അലൂമിനിയം കൊണ്ടുള്ള സാധനം തകർന്നു കിടക്കുന്നു, ഒരു കെട്ടിടത്തിൻ്റെ അടുത്ത് കിടക്കുന്നു, കുറച്ച് ആളുകളൊക്കെ നോക്കി നിൽക്കുന്നു, അങ്ങനത്തെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ ഹിന്ദു അത് പിൻവലിച്ചു. ഹിന്ദു പിൻവലിച്ചെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഈ സംഭവം എന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. അത് മിസൈലിൻ്റെ പാർട്ടാണോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചിലർ പറയുന്നത് ഇത് വിമാനമല്ല, വിമാനത്തിൻ്റെ ഭാഗമായി അത് കണക്കാക്കാൻ പറ്റില്ല. റാഫേൽ എന്ന് പറയുന്ന വിമാനത്തിൻ്റെ പാർട്ടെന്ന് പറയാൻ പറ്റില്ല. മറ്റു ചിലർ പറയുന്നത് അതൊരു ഡ്രോപ്പ് ടാങ്കാണ്, മിസൈലിൻ്റെ ഒരു ഡ്രോപ്പ് ടാങ്ക് ആയിരിക്കാം, പക്ഷേ അതിനത്ര വലുപ്പമില്ല എന്ന് പറയുന്നു. മറ്റു ചില കേന്ദ്രങ്ങൾ പറയുന്നത് ഇത് ബറാക്ക് മിസൈലുണ്ട്, ബറാക്ക് മിസൈലിൻ്റെ വാർഹെഡ് മാത്രമേ, അതായത് അതിൻ്റെ ഈ ആയുധം വെക്കുന്ന ഭാഗം, അതായത് സ്ഫോടക വസ്തു ഉള്ള ഭാഗം മാത്രമേ പൊട്ടിത്തെറിക്കത്തുള്ളൂ, ബാക്കിയുള്ളത് കൊള്ളയായിട്ട് താഴെ കിടക്കും. പക്ഷേ ഇത് വിമാനത്തിൻ്റെ ഭാഗമല്ല, ഒരു മിസൈലിൻ്റെ ഭാഗമാണ്. ചിത്രം കാണുക എന്നറിയാം. പക്ഷേ ഇത് എവിടെയാണ് എന്ന്, കാശ്മീരിലാണോ എന്നറിയില്ല, എവിടെയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ വിമാനം തകർന്നു, 3 വിമാനങ്ങൾ തകർന്നു എന്ന് പറഞ്ഞ് ഹിന്ദു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്തയ്ക്കൊപ്പം കൊടുക്കുന്നത് വിമാനത്തിൻ്റെ അല്ലാത്തൊരു മെറ്റൽ പാർട്ടിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. മിസൈലിൻ്റെ വാർത്ത, ഇന്ത്യ ചില മിസൈലുകൾ ഉപയോഗിച്ചിരിക്കാം, ആ മിസൈലിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഏതായാലും ആ ഒരു മിസൈലിൻ്റെ ഭാഗം കൊടുത്തിട്ട് ഹിന്ദുവിനെ പോലെയുള്ളൊരു പത്രം അവരുടെ വെബ്സൈറ്റിൽ ഇന്ത്യയുടെ 3 വിമാനങ്ങൾ തകർന്നു എന്ന് വാർത്ത കൊടുക്കുന്നു. ചില യൂട്യൂബർമാരൊക്കെ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ യൂട്യൂബുകളിലൊക്കെ വാർത്ത വരുന്നുണ്ട്, 3 റാഫേൽ വീണു എന്നൊക്കെയാണ് പറയുന്നത്. 3 റാഫേൽ, നമ്മൾ റാഫേൽ വാങ്ങിയിട്ട് ഇത്ര നാളേ ഉള്ളൂ, അടുത്ത ലോട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. റാഫേൽ പോലെയുള്ള നമ്മുടെ യുദ്ധവിമാനമൊക്കെ തകർന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് നാളൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. മാത്രമല്ല ഇന്ത്യ അതിശക്തമായി പ്രതികരിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ വ്യാപകമായി നമുക്ക് നമ്മളൊരു വലിയ യുദ്ധമുഖത്ത് നിൽക്കുകയും ഒരാക്രമണം നടത്തി പാകിസ്ഥാനിലെ ടെറർ ലോഞ്ച് പാഡുകളെ തകർത്ത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരം ഇങ്ങനെ വിജയകരമായി നിൽക്കുമ്പോഴാണ് ഇത്തരം തെറ്റായ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളുമായി നമ്മുടെ നാട്ടിൽ ഒരു പറ്റം മാധ്യമങ്ങൾ വരുന്നത്. അതിന് ഹിന്ദു പോലെയുള്ളൊരു പത്രം, ഹിന്ദുവിനെ വിളിക്കുന്ന ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നാണല്ലോ. പക്ഷേ അവരങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്ത വിഡ്രോ ചെയ്താലും അതിനുശേഷവും അതിൻ്റെ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കും. തെറ്റായ വാർത്ത കൊടുത്തിട്ട് നമ്മുടെ രാജ്യത്തിന് വലിയ പരിക്ക് പറ്റി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന അങ്ങേയറ്റം ഖേദകരമാണ്. ഇപ്പോൾ ചില സാംസ്കാരിക നായകരെന്നൊക്കെ അവകാശപ്പെടുന്ന, ഒരു വലിയ നായകരൊന്നുമല്ല, ചില ആളുകളൊക്കെ വന്നിട്ട് ഈ യുദ്ധം ഇത് സിന്ദൂരം കൊണ്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിടാൻ തുടങ്ങുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് പറയുന്നത് രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ നമുക്ക് പട്ടാളത്തെ ഉപയോഗിച്ച് നേരിടാം, രാജ്യത്തിനകത്തുള്ള ശത്രുക്കളോ. എനിക്ക് ഇന്നലെ ഒരാളൊരു മെസ്സേജ് അയച്ചു, നിങ്ങൾ കാണുന്നില്ലേ മലപ്പുറത്തെ ചില പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടിട്ടുണ്ട്. അതായത് പാകിസ്ഥാനെ ആക്രമിക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, ഞാൻ ദീനിയായ ഇസ്ലാമാണ്, പാകിസ്ഥാൻ മതം എൻ്റെ മതത്തിൽപ്പെട്ട രാജ്യമാണ്, പാകിസ്ഥാനെ ആക്രമിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുന്ന പെൺകുട്ടികളുടെ ചിത്രം, വീഡിയോ, റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ലഭ്യമാണ് എന്ന് എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് ഇൻസ്റ്റാ ഒന്നും ഇല്ല, നമ്മൾ പഴഞ്ചനായത് അറിഞ്ഞു. ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ കോപ്പികൾ അതിലേക്ക് കോപ്പി അതിനകത്ത് പറയുന്നുണ്ട്, അവർക്ക് തെറ്റ് പറ്റിയതാകാം, അതങ്ങ് നമ്മൾ ക്ഷമിക്കണം, അല്ല നമ്മൾ തിരിച്ചടിക്കുന്നു. കണ്ടോ? ഞാൻ ഈ പറഞ്ഞ സെയിം അല്ല, മറ്റൊരെണ്ണമാണ്. മറ്റൊരു പെൺകുട്ടി എടുത്ത ഒരാൾ ചോദിക്കുകയാണ്, ഈ പാകിസ്ഥാൻകാർ ഇങ്ങനെ ഒന്ന് ആക്രമിച്ചല്ലോ, അപ്പോൾ നമ്മൾ തിരിച്ചടി കൊടുക്കണ്ടേ? അതൊന്നും വേണ്ട, അവർക്കൊരു തെറ്റ് പറ്റിയതാകാം, നമ്മൾ എല്ലാ മതത്തെയും സ്വീകരിക്കുന്നവരല്ലേ, നമ്മളതങ്ങ് ക്ഷമിക്കണമെന്ന്. അത് ശരി. അപ്പോൾ അങ്ങനെ പല വീഡിയോകൾ ഇറങ്ങുന്നുണ്ടാവും, അതിനകത്ത് ഞാൻ കണ്ടതാണ്. ഞാൻ കണ്ടില്ല, എന്തായാലും പിന്നെ എനിക്കത് വന്നില്ല. ഏതായാലും നമ്മളിപ്പോൾ അറിയാവുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ വിമാനം ഒന്നും തകർത്തിട്ടില്ല. പക്ഷേ ഹിന്ദു അത് പിൻവലിച്ചു. അവിടെ തന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്ന പോലെയാണ്. ഇത് രാജ്യവിരുദ്ധമായ ഒരു വാർത്ത, വിമാനത്തിൻ്റെ ഭാഗമല്ലെന്ന് ചിത്രം കാണുന്ന ആർക്കും അറിയാം, അതൊരു മിസൈലിൻ്റെ ഭാഗമാണ്. ആ മിസൈലിൻ്റെ ഭാഗം
കാണിച്ചിട്ട് അത് എവിടെയാണെന്നറിയില്ല, അത് ഫോട്ടോ എടുക്കാൻ കുറേ ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അത് ഫോട്ടോഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്ത പോലുള്ള ചിത്രമാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ തന്നെ അറേഞ്ച് ചെയ്തിട്ട്, കാരണം പാകിസ്ഥാൻ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. പാകിസ്ഥാനിൽ നമ്മൾ മുമ്പൊരിക്കൽ ഒരു സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു, പാകിസ്ഥാനിലെ ബാങ്കുകളുടെ മുന്നിൽ വലിയ ക്യൂ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. കാരണം യുദ്ധം തുടങ്ങിയാൽ നമ്മുടെയൊക്കെ പൈസ എടുത്ത് അവിടെ വെടിയുണ്ട വരെ, ഷെല്ലുകൾ വരെ ഉക്രൈന് വിറ്റ് കാശ് മേടിച്ചിട്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്താൽ 96 മണിക്കൂർ മാത്രം പിടിച്ചു നിൽക്കാനുള്ള വെടിക്കോപ്പുകളെ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളൂ എന്ന് ഒരു ആർമി കമാൻഡർമാരുടെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ബാങ്കിൽ കിടക്കുന്ന പൈസ അതെടുത്തിട്ട് എല്ലാവരുടെയും കാശ് എടുത്തുകൊണ്ട് സർക്കാർ കൊണ്ടുപോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യ അടിക്കുന്നതിന് മുമ്പ് കാശ് വിഡ്രോ ചെയ്യണമെന്നും പറഞ്ഞ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആളുകൾ ബാങ്കുകളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിനുശേഷം നദീജലം നമ്മൾ ഡാമുകൾ അടയ്ക്കുന്നു, സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു, വലിയ സൈനിക സന്നാഹം നടക്കുന്നു. അല്ലാതെ വല്ലാതെ പരവശരായി നിൽക്കുകയാണ് പാകിസ്ഥാനി ജനത. അതിനിടയ്ക്ക് ഇന്ത്യ ആക്രമണവും നടത്തുന്നു. അപ്പോഴേക്ക് നമ്മൾ തിരിച്ച് ഇന്ത്യക്കും ഒരു നഷ്ടമുണ്ടായി എന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളത് പാകിസ്ഥാൻ ആർമിയുടെ ആവശ്യമാണ്. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അവരുടെ ജനങ്ങളുടെ ആത്മവീര്യം കൂട്ടണം. അതിനുവേണ്ടി അവരുണ്ടാക്കി വിടുന്ന ഫോട്ടോ ഷൂട്ട് നടത്തി സെറ്റിട്ട് നടത്തുന്ന ചിത്രങ്ങളുടെ വാർത്ത വെച്ചിട്ട് ഹിന്ദുവിൻ്റെ ഓൺലൈനിലാണെങ്കിൽ പോലും ഒരു വാർത്ത വരുന്നത് ശരിയായ നടപടിയല്ല. നമ്മൾക്ക് ആ ചിത്രം കാണുന്ന പ്രേക്ഷകർ നോക്കൂ, അതൊരു വിമാനത്തിൻ്റെ ഭാഗമേ അല്ല. അതൊക്കെ കാണിച്ചിട്ട് ആ ചിത്രങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ 3 റാഫേലിനെ അടിച്ചിട്ടു എന്നുള്ള വാർത്തയൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. വളരെ വളരെ ഈ നിർണായക ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ആളുകളെ പാനിക്കാക്കാനും സംശയത്തിൻ്റെ കയത്തിലേക്ക് എടുത്തെറിയാനും ശ്രമിക്കുന്നത് പാകിസ്ഥാനെ സഹായിക്കുന്നതിന് തുല്യമാണ്. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ല. എന്നാൽ സ്ഥിരീകരിക്കപ്പെട്ട വിവരമുണ്ട്, JF-17 ചൈന പാകിസ്ഥാന് കൊടുത്ത വിമാനം ഇന്ത്യയുടെ മിസൈലേറ്റ് തകർന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇന്ത്യൻ അതിർത്തിയിൽ കയറി വന്നപ്പോൾ നമ്മുടെ മിസൈലിലേറ്റ് പാകിസ്ഥാനിൽ അത് വീണിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ചിത്രമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ എൻജിൻ പാർട്ടിൻ്റെ ചിത്രം നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ട്. റഷ്യൻ ക്ലിമോവ് RD-93 എന്നുള്ള എൻജിനാണ് തകർന്ന വിമാനത്തിൻ്റെതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ചൈന ഇവർ ഈ വിമാനങ്ങൾ കൊടുക്കുന്നത് അവർക്ക് വേണ്ടാത്ത അല്ലെ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കൂടിയ വിലയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന പറഞ്ഞിട്ട് പാകിസ്ഥാന് കൊടുക്കുന്നതായിരിക്കില്ലേ? അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു പ്രതീക്ഷ എന്താ? ഇന്ത്യ അറ്റാക്ക് ചെയ്താൽ ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. ഇത് ശരിക്കും പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ചൈനീസ് പ്രൊഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഇത് ചൈനയുടെയാണ് എന്ന് പറയുന്ന പോലെ ഒരു സാധനം കൊടുത്തിട്ട് ശരിക്കും പാകിസ്ഥാനെ പറ്റിച്ചതും ആയിക്കോട്ടെ. അങ്ങനെയാവാം, പക്ഷേ ചൈനീസ് പ്രൊഡക്റ്റുകളെല്ലാം മോശമാണെന്ന് അല്ല, എല്ലാം മോശമൊന്നുമല്ല, അവർ ഗ്രേഡും ഓരോ വ്യത്യാസത്തിലുണ്ടാക്കുമല്ലോ. ചൈന ഒരു പക്ഷേ ഇത് ഒരു പാകിസ്ഥാന് കൊടുത്താൽ പാകിസ്ഥാൻ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. കാരണം ചൈന യുദ്ധത്തിനൊന്നും പോകുന്നില്ലല്ലോ. ചൈന ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, ഇത് പരീക്ഷിക്കാൻ ചൈനയ്ക്ക് അവസരം. യുദ്ധത്തിന് പോകുന്നില്ല. അമേരിക്ക, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യയും അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ യുദ്ധത്തിൽ ഏതെങ്കിലും സമയത്ത് ഇടപെടുന്നുണ്ട്, സൈനികമായി റിയൽ കോമ്പാറ്റ് നടത്തുന്നുണ്ട്. പക്ഷെ ചൈന അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ചൈനയ്ക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാന് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടുണ്ടാവും. ഏതായാലും നമ്മൾ നേരത്തെ ഇത് റിപ്പറ്റീഷൻ അല്ല, ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ കിട്ടിയിരിക്കുന്ന തകർന്നു വീണ വിമാനത്തിന്റെ എഞ്ചിൻ റഷ്യൻ ക്ലിമോവ് RD-93 93 എന്ന് പറയുന്ന എഞ്ചിനാണ്. ആ എഞ്ചിൻ ലോകത്തെ 2 രാജ്യങ്ങളെ ഉപയോഗിക്കത്തുള്ളൂ, ഒന്ന് ചൈനയും പാകിസ്ഥാനും. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ നമ്പറിലുള്ള RD-93 ക്ലിമോവ് എഞ്ചിനുള്ള വിമാനം ഉറപ്പായിട്ടും JF-17 ആണ്. JF-17 വിമാനങ്ങൾക്ക് ക്ലിമോവ് എഞ്ചിനാണ് വെക്കുന്നത്. അപ്പൊ ചൈന പാകിസ്ഥാൻ കൊടുത്തു, പാകിസ്ഥാൻ എടുത്ത് വെച്ച് ഉപയോഗിച്ചു, അത് നമ്മുടെ മിസൈലേറ്റ് വീണു. അതാണ് സംഭവിച്ചത്. അതിനെ നേരെ ട്വിസ്റ്റ് ചെയ്തിട്ട് പാകിസ്ഥാൻ ഒരു ഒരു പ്രൊപ്പഗാൻഡ വാർ നടത്തുകയാണ്. നമ്മുടെ നേരെ അവർ മിസൈൽ അയച്ചെങ്കിലും നമ്മൾ അവരെ ഈയിടെ വാങ്ങിയ 10-36 റഫേൽ വാങ്ങിയില്ല, അതിൽ 3 എണ്ണം നമ്മളങ്ങ് തകർത്തു. ഞമ്മൻ്റെ ശക്തി, ഞമ്മൻ്റെ പട്ടാളം വലിയ പട്ടാളാടാ എന്നൊക്കെ പറയാൻ വേണ്ടി പാകിസ്ഥാൻകാരെ ഇങ്ങനെ ചോര തിളപ്പിക്കാൻ വേണ്ടി അവർ കൊടുക്കുന്ന ഒരു കാമ്പയിനാണ്. ഇന്ത്യയിലെ ഒരു ബ്രിഗേഡ് ആക്രമിച്ച് കീഴടക്കി എന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാനിലെ ഇന്ത്യയിലെ ഒരു ബ്രിഗേഡിലേക്ക് ആസ്ഥാനത്തേക്ക് പാകിസ്ഥാൻ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനിൽ ഇങ്ങനെ വാർത്തകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാകിസ്ഥാനാണ് ഈ വാർത്ത സൃഷ്ടിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ചില ആളുകൾ അത് പ്രചരിപ്പിക്കാറുണ്ടല്ലോ. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഹിന്ദു പോലെയുള്ളൊരു പത്രം ഇതെടുത്ത് വെച്ച് വാർത്ത ചെയ്യുമ്പോൾ അവരുടെ സൈറ്റുകളിലൊക്കെ വരുമ്പോൾ ആളുകൾക്കത് കുറച്ച് വിശ്വാസ്യത ഉള്ളതായിട്ട് തോന്നുന്നു. ഹിന്ദു പത്രത്തെയൊക്കെ ആളുകൾ വലിയ വിശ്വാസ്യതയുള്ള പത്രമെന്നാണ് കരുതുന്നത്. പേരിൽ ഹിന്ദു എന്നുണ്ടെങ്കിലും ആ പത്രത്തിൻ്റെ നിലപാട് ഹിന്ദു വിരുദ്ധമാണെന്നുള്ള പണ്ടേ അറിയാം. അതുകൊണ്ടാണല്ലോ N. റാമിനെ പോലെയുള്ള ആളുകൾ അവരുടെയൊക്കെ രാഷ്ട്രീയ ബന്ധവും രാഷ്ട്രീയ താല്പര്യങ്ങളും നമുക്കറിയാം. അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ വാർ പാകിസ്ഥാൻ നടത്തുന്നത് മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിൽ, ഇന്ത്യയിൽ അത് നടത്തുക എന്ന് പറയുന്നത് ഈ നിർണായക സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മുടെ ആത്മവീര്യം തകർക്കാനും നമ്മുടെ ആത്മവിശ്വാസം തകർക്കാനും പാകിസ്ഥാൻ പടച്ചുവിടുന്ന കള്ളവാർത്തകളെ ഇവിടുത്തെ മാധ്യമങ്ങൾ
ഉത്തരവാദിത്തോടെ പെരുമാറേണ്ട മാധ്യമങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഭാഗ്യവശാൽ നമ്മുടെ ഈ കൈരളി ടി വിയിൽ ഇന്ത്യൻ വിമാനങ്ങൾ തകർന്നുള്ള വാർത്ത വന്നതായിട്ട് പറഞ്ഞു കേട്ടു. പക്ഷേ മറ്റ് ഇപ്പം നമ്മളിപ്പോൾ ഏഷ്യാനെറ്റ് കണ്ടുകൊണ്ടിരിക്കുക, ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഏഷ്യാനെറ്റ് ആണല്ലോ കാണുന്നത്. ഏഷ്യാനെറ്റിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റിലൊന്നും ഈ വാർത്ത വന്നിട്ടില്ല. പക്ഷേ ഹിന്ദു പത്രത്തിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈൻ എഡിഷനിൽ ഇങ്ങനൊരു വാർത്ത വന്നു. അത് വല്ലാത്തൊരു സംശയം ഉണ്ടാക്കാനും പല യൂട്യൂബ് ചാനലുകളിലും ഇന്ത്യയുടെ 3 വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കാനും കാരണമായിട്ടുണ്ട്. അത് ആളുകൾ പാനിക്കാവേണ്ട കാര്യമില്ല. അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തകർന്നു വീണത് പാകിസ്ഥാന് ചൈന സമ്മാനമായി കൊടുത്ത JF-17 വിമാനമാണ് തകർന്നു വീണത്. അത് ഇന്ത്യൻ മിസൈൽ ഏറ്റിട്ടാണോ അതോ സാങ്കേതിക തകരാറാണോ എന്നുള്ളത് ഇനിയും സ്ഥിരീകരിക്കപ്പെടാനുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.